എമിക്കുട്ടിക്ക് ഇന്ന് സ്കൂളിൽ പോകാനായിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്കാണ്. എമ്മിൻ്റെ സ്കൂളിൽ സ്റ്റീം എക്സ്പോ നടക്കുന്നതുകൊണ്ട് തന്നെ ഈവനിങ് ആണ് കേട്ടോ ആൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുളിക്കലും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ആൾ റെഡി ആയിട്ടിരിക്കുകയാണ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊണ്ടുപോകാനായിട്ടുള്ള സ്നാക്സും ജ്യൂസൊക്കെ ബാഗിൽ വെക്കുകയാണ്. അപ്പോൾ എക്സ്പോ ആയതുകൊണ്ട് തന്നെ ഇത് ബുക്സ് ഒന്നും വേണ്ട, ഇത് മാത്രം മതി എന്ന് പറഞ്ഞപ്പോഴുള്ള സന്തോഷമാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ എമ്മിമോന് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്തും സ്കൂളിൽ പോകാറുള്ളത് രാവിലെ ആയതുകൊണ്ട് തന്നെ ലാലുവിൻ്റെ കൂടെയാണ് പോകാറുള്ളത്. അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഇപ്പാൻ്റെ കൂടെയാണ് കേട്ടോ പോണത്. അങ്ങനെ എമ്മിക്കുട്ടിക്കൊരു ബായൊക്കെ പറഞ്ഞ് ഞാനും ഉമ്മയും റൂമിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ പഴയൊരു മൂവിയൊക്കെ ഇരുന്നിട്ട് കണ്ടു കേട്ടോ. ഈവനിങ് ആയപ്പോൾ ചായയൊക്കെ കുടിച്ച് എമ്മിക്കുട്ടിൻ്റെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ലാലും കൂടെ വന്നിട്ടുണ്ട്. ഞാനും ഇമ്മിയും ലാലും കൂടിയാണ് എമ്മിക്കുട്ടിൻ്റെ സ്കൂളിൽ പോണത്. എക്സ്പോ ഒക്കെ കാണാൻ വേണ്ടി നമ്മൾ പാരൻസിനും ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് ഉണ്ട് നമ്മളെ റൂമിൽ നിന്ന് സ്കൂളിലേക്ക്. അങ്ങനെ നമ്മൾ നേരെ വന്നിട്ടുള്ളത് എമിക്കുട്ടിൻ്റെ ക്ലാസ്സിലേക്കാണ്. അപ്പോൾ എമിക്കുട്ടി ഓൺ ചെയ്തിട്ടുള്ള വർക്കൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ് കേട്ടോ. എമിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബെഡ് ടൈം റൊട്ടീനാണ്. അപ്പോൾ നമ്മളതിൻ്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എമ്മിൻ്റെ ക്ലാസ്സൊക്കെ കണ്ട് തൊട്ടപ്പുറത്തുള്ള ക്ലാസ്സുകളൊക്കെ വിസിറ്റ് ചെയ്ത് കുട്ടികളൊക്കെ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ കണ്ട് പിന്നെ വലിയ വലിയ കുട്ടികൾ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ഭുതമാണ് കേട്ടോ. കാരണം ഇത്രയും ചലഞ്ചായിട്ടുള്ള കുട്ടികൾ ഇത്രയും പുതിയ പുതിയ ഐഡിയാസൊക്കെ കൊണ്ടുവന്ന് അത്രയും അടിപൊളിയായിട്ട് ഈ എക്സ്പോ അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഈ എമിമോനെ വിളിച്ച് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ എമിക്കുട്ടിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. നമ്മൾ ഹോട്ടലിലെത്തിയ സമയത്ത് തന്നെ ഇപ്പം ചാലൂട്ടിയും കൂടെ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ വന്ന് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീക്കെൻഡിൽ നമ്മളിതുപോലെ ഒരു ദിവസമൊക്കെ എല്ലാവരും കൂടെ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആവാറുണ്ട്. അത് ഭയങ്കര സന്തോഷമാണല്ലോ എല്ലാവരും കൂടെ ഒന്ന് പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിച്ച് വരാമെന്ന് പറയുന്നത്.